ഹായ് ഗായ്സ്, ഇന്നൊരു ഡേ മൈ ലൈഫാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ആയിരുന്നു എണീറ്റത്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പണി ഉണ്ടാവുമല്ലോ. ഇപ്പം സമയം 7:15 ഉള്ളൂ. ഞാൻ നേരത്തെ എണീച്ചത്. സാധാരണ നേരത്തെ എണീക്കാറില്ല. ഇന്നെന്തോ ഇതിൽ നേരത്തെ എണീച്ചത്. പിന്നെ അടുക്കളയിൽ പോയേക്കുമ്പോൾ അമ്മ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഒരു കഞ്ഞി ഉണ്ടാക്കലാണ് അമ്മ കുടിക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇടാൻ പോവാണ്. ഈ ഒരു പാത്രത്തിലാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അപ്പം ഇന്നലെ ഞാൻ കഴുകി ഒക്കെ വെച്ചത്. അപ്പം ഞാൻ തുടച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വന്നിരുന്ന്. എന്തായാലും അറിയാം, അമ്മ വിളിക്കും കുറച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാൻ. അപ്പം എന്തായാലും പോകണം. അപ്പം അതുവരെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കിടന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ രാക്കാൻ. അപ്പോൾ ഞാൻ തേങ്ങ രാക്കി കൊടുക്കുകയാണ്. അമ്മ പറഞ്ഞ നീഷ്മേച്ചിൻ്റെ അവിടെ പോയി മല്ലിച്ചപ്പ് വാങ്ങാൻ. അപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീഷ്മേച്ചി മണിയിട്ടൊന്നും ചായ കുടിക്കലില്ല. അപ്പോഴാണ് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ മല്ലിച്ചപ്പൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ തേങ്ങ വറുക്കാൻ പറഞ്ഞു. എന്താണ് കേസ്, ഞാൻ നേരത്തെ എണീക്കാത്തത്. നേരത്തെ എണീച്ചാൽ അമ്മ ഓരോ പണി തരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീക്കാത്തത്. എന്തോ ഒരു ഇതിൽ നേരത്തെ എണീച്ച് പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ പണിയെടുക്കേണ്ടി വന്നത്. അമൃതം വറുത്തതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിശന്നപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. ഇഡ്ഡലി കഴിക്കുന്നുണ്ട്, പക്ഷേ സാമ്പാർ അയക്കില്ല. അപ്പം നമുക്ക് ഇതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിച്ചതാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നേരം ഇരുന്ന്. പിന്നെ അവൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ അവൾ പോവാണ് കേട്ടോ. പിന്നെ ഒരു 9:30 ആയപ്പോൾ വിശന്നപ്പോൾ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ടുണ്ട്. പിന്നെ ബെഡൊക്കെ ഒന്ന് മുട്ടി വിരിച്ചിട്ടുണ്ട്. പിന്നെ പെനായിലൊക്കെ വെച്ച് നന്നായിട്ട് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈച്ച ഉള്ളത് കൊണ്ട് പെനായിലിട്ടിട്ടാണ് ഞാൻ തുടയ്ക്കൽ. അപ്പോൾ ഈച്ച അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ച് വാരാൻ പോയിട്ടുണ്ട്. അടിച്ച് വാരാണ്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കേൾക്കാനുണ്ടായിരുന്നു. അതുപോലെ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ചെയ്യാണ്. അപ്പം എനിക്ക് വിശന്നപ്പോൾ ഞാൻ പത്തിരിയും അതുപോലെ ബ്രെഡും ചിക്കൻ കറിയാണ് കഴിച്ചത്. അത് ഐശ്വര്യേച്ചി കൊണ്ടേ തന്നായിട്ടോ. പിന്നെ കഴിക്കട്ടെ. അങ്ങനെ 1 മണിയായപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. ഉച്ചയ്ക്ക് സാമ്പാറും ചോറാട്ടോ കഴിച്ചത്. എനിക്ക് എന്താണെന്നറിയില്ല, മേക്കപ്പ് ഇടാനൊക്കെ ഒരു പൂതി. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് അങ്ങനെ കുത്തിരുന്നതാണ്. ഇനി ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അച്ഛൻ പോയിട്ട് വരുമ്പം പല്ലട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
വിളക്കത്തിക്കാൻ ടൈമായപ്പോൾ ഞാൻ വിളക്കെത്തിച്ചു. സുബൈത്തെ ചക്ക കൊണ്ടേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക കഴിക്കുകയാണ്. ഇഷ്ടമാണ് കേട്ടോ ചക്ക എന്ന്. അപ്പോൾ ഞാൻ ചക്ക കഴിച്ചിട്ട് വരാം ഗൈസ്. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.